2025 ജൂൺ മാസം 15-ാം തീയതി മുതൽ ഭരണി നക്ഷത്ര ജാതകർക്ക് ചില സുപ്രധാനമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്രതീക്ഷിതമായ ധനനേട്ടവും വളരെ വലിയ ഭാഗ്യാനുഭവങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുകയാണ്. ഭരണി നക്ഷത്ര ജാതകരുടെ സമയം തെളിയുകയാണ്. രാജയോഗത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുകയാണ്. ഭരണി നക്ഷത്ര ജാതകർ തന്നിഷ്ടക്കാരും ക്ഷിപ്രകോപികളും എന്നാൽ ശുദ്ധഹൃദയരും എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമായാണ് കണ്ടുവരുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടാലും അവനവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഭാവിയെപ്പറ്റിയുള്ള ചിന്ത ഇവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ഇവർ അധികവും സ്വാർത്ഥന്മാരായിരിക്കും. എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്. എന്നാൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ വളരെയധികം ആത്മാർത്ഥതയും മനുഷ്യത്വവും ഉണ്ടായിരിക്കും. സഹനശക്തി വളരെ കുറവായി കാണുന്നു. ഭരണി നക്ഷത്ര ജാതകർക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് താരതമ്യേന കുറവാണ്. ഭരണി നാളുകാർക്ക് ആരോടും വൈരാഗ്യത്തോടെ പെരുമാറാൻ കഴിയുകയില്ല. ഭരണി നക്ഷത്രക്കാർ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും അതോടൊപ്പം അഭിമാനികളും ആയിരിക്കും. ഈ ചിന്ത ഇവരെ പല ബുദ്ധിമുട്ടുകളിലും കൊണ്ടെത്തിക്കുന്നു. ഭരണി നക്ഷത്ര ജാതകർക്ക് എപ്പോഴാണ് ഒരു നല്ല സമയം തെളിയുക? തീർച്ചയായും 2025 ജൂൺ 15 ശേഷം അങ്ങനെയൊരു രാജയോഗം ഇവർക്ക് വന്നു ചേരുകയാണ്. ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും അതിവേഗം അതിജീവിച്ച് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ധാരാളം ധനം ലഭിക്കുകയും ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുകയും ചെയ്യും. ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ ഇവർക്ക് കഴിയും. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഭരണി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഏതു കാര്യവും അഗാധമായി മനസ്സിലാക്കാനും ഗ്രഹിക്കാനുമുള്ള കഴിവ് ഭരണി നക്ഷത്ര ജാതകർക്ക് എടുത്തു പറയേണ്ടതാണ്. 2025 ജൂൺ മാസം 15 ശേഷം നല്ല ഒരു സർക്കാർ ജോലിക്കൊക്കെ ശ്രമം നടത്തിയാൽ ഭരണി നക്ഷത്ര ജാതകർക്ക് ലഭ്യമാകുന്ന സമയമാണ്. അതുപോലെ തന്നെ പൊതുപ്രവർത്തനത്തിലും ശോഭിക്കാൻ പ്രത്യേകമായ സാമർഥ്യം ഇവർക്കുണ്ട്. സ്വപ്രയത്നം കൊണ്ടുള്ള പ്രവർത്തികളുടെ ഫലം നേടാനാണ് ഇവർക്കിഷ്ടം. ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അത് അവരെ അലസോരപ്പെടുത്തും. ഭരണി നക്ഷത്ര ജാതകർ എപ്പോഴും എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരായിരിക്കും. പിതൃഗുണം കുറവായിരിക്കും. മാതാവിൻ്റെ സന്താന സ്ഥാനമായ വൃശ്ചികത്തിൽ ചന്ദ്രൻ നീചത്തിലും മാതൃഭാവാധിപനായ ചന്ദ്രനും ഭരണിയുടെ നാഥനായ ശുക്രനും ശത്രുക്കളായതിനാൽ മാതാവിന് ഇവരെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായി വരുന്നതാണ്. സഹോദര സ്ഥാനാധിപനായ ബുധൻ 6-ാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് സഹോദരാനുകൂല്യം വളരെ കുറച്ചേ ഉണ്ടാകാറുള്ളൂ. ഭരണി നാളുകാർ കൂടുതലും ഇടത്തരം ശരീരപ്രകൃതക്കാരായിരിക്കും. മനോഹരമായ ദന്തങ്ങളും വളരെ കുറച്ച് തലമുടിയും പ്രൗഢഗംഭീരമായ മുഖവും വിശാലമായ നെറ്റിത്തടവും പ്രകാശമുള്ള നയനങ്ങളും ഇവരുടെ പ്രത്യേകതയാണ്. ഭരണി നക്ഷത്രക്കാരെ രോഗബാധിതരായി വിരളമായി കാണാറുള്ളൂ. എന്നാലും ശിരോരോഗം, അർശസ്, മൂത്രാശയ രോഗങ്ങൾ, ദന്തരോഗം തുടങ്ങിയവ കൂടെ ശല്യം ചെയ്യാറുണ്ട്. ആഹാര രീതിയിൽ നിർബന്ധ ബുദ്ധി ഉള്ളവരല്ല. ലളിതമായ ജീവിതവും ഭക്ഷണക്രമവുമാണ് ഇവരിൽ അധികവും ഇഷ്ടപ്പെടുന്നത്. ഭാര്യാകാരകനായ ശുക്രൻ നക്ഷത്രനാഥനും 7-ാം ഭാവാധിപനുമായി വരുന്നതുകൊണ്ട് അനുസരണാശീലം, സത്സ്വഭാവവും സഹനശക്തിയും കുടുംബകാര്യങ്ങളിൽ സാമർഥ്യമുള്ള ഭാര്യയുമായിരിക്കും ഇവർക്ക് ലഭിക്കുക. ഇവരുടെ വൈവാഹിക ജീവിതം വളരെ സുഖകരവും തൃപ്തിയോടുകൂടിയതും ആയിരിക്കും. ദാമ്പത്യ സുഖത്തോടും
സംതൃപ്തിയോടുകൂടിയ ജീവിതവുമായിരിക്കും ഭരണി നക്ഷത്ര ജാതകർക്ക് ഉണ്ടാവുക. ഇവരുടെ സമയം തെളിയുകയാണ്. ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് ലഭിക്കാൻ പോവുകയാണ്. ഇവർക്ക് ആവശ്യത്തിനുള്ള സമ്പത്തുണ്ടാകുമെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും. ശരിയാണോ തെറ്റാണോ? കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കണേ. കുടുംബ ഭരണത്തിലും അധികാര സ്ഥാനങ്ങളിലും അതിയായ സാമർഥ്യമുള്ളവരായിരിക്കും. കഠിനമായി പരിശ്രമിക്കാനുള്ള മനസ്സുള്ളതുകൊണ്ട് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ വിജയിക്കുന്നതിന് സാധിക്കുന്നു. ഇവർ അധികവും തൻ്റേടികളും പിടിവാശിക്കാരുമാണ്. ആലോചന കൂടാതെയുള്ള പ്രവൃത്തി കാരണം പല അപകടങ്ങളിലും ചെന്നു ചാടാനുള്ള സാധ്യത കൂടുതലാണ്. ശരിയാണോ അല്ലയോ? ശരിയാണ് എങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ. ഭരണി വന്ധ്യനക്ഷത്രമായതിനാൽ യാതൊരു സത്കർമ്മങ്ങൾക്കും നല്ലതല്ല. ഭരണി നക്ഷത്രത്തിന് അനിഴം വേദനക്ഷത്രമാകയാൽ വിവാഹത്തിന് അനിഴം നക്ഷത്രം യോജിപ്പിക്കാൻ പാടില്ല. ശുക്രദശയിലാണ് ഇവരുടെ ജനനം. അതേ തുടർന്ന് ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി എന്ന ക്രമത്തിലാണ് ബാക്കിയുള്ള ദശാകാലങ്ങൾ വരുന്നത്. ഏതായാലും ഭരണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി അസുലഭമായ അവസരങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മറികടന്ന് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഈ നക്ഷത്ര ജാതകർ എത്തും. ഇനി സമൃദ്ധിയാണ്, സന്തോഷമാണ്. ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശനിമാറ്റവും വ്യാഴമാറ്റവും ഏൽപ്പിക്കുന്ന പ്രഹരങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്നു രാഹു കേതു മാറ്റം. രാഹു 12ാം ഭാവത്തിൽ നിന്നും 11ാം ഭാവത്തിലേക്കും കേതു 6ാം ഭാവത്തിൽ നിന്നും 5ലേക്ക് മാറുകയാണ്. ഇതുവർക്ക് വിദേശ ഗുണം, ഉപരിപഠനം, ബിസിനസ്സിലും ജോലിയിലും ഗുണകരമായ മാറ്റം, വിവാഹ പരിശ്രമങ്ങൾ ഫലവത്താകുന്ന സമയം, പുതിയ സൗഹൃദങ്ങൾ, പ്രണയം, യാത്രകൾ ഇവയാൽ വീണ്ടും ജീവിതം സന്തോഷഭരിതമാകും. അകന്നിരുന്നവർ അടുത്തുകൂടും. സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാകും. പ്രശ്നങ്ങൾ അവസാനിക്കും. ബന്ധു സഹായം, ലോൺ, സർക്കാർ സഹായം ഇവ ആശ്വാസകരമാകും. സുഹൃത്തുക്കൾ സഹായിക്കും. ഇവരുടെ ചിരകാല സ്വപ്നങ്ങൾ സഫലീകരിക്കും. ജീവിതത്തിൽ മാറ്റങ്ങളുടെ പുതുമഴ ഇവർക്ക് പെയ്യും. കലാസാമൂഹിക പ്രവർത്തകർക്ക് അവസരം, അംഗീകാരം, ബിസിനസ് വിപുലീകരണം എന്നിവയൊക്കെ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ സകല പ്രതിസന്ധികളും അകന്ന് രാജയോഗത്തോടു കൂടി ജീവിക്കാനുള്ളൊരു യോഗം ഭരണി നക്ഷത്ര ജാതകർക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഭരണി നക്ഷത്ര ജാതകർക്ക് എത്രമാത്രം ഫലവത്തായിട്ടുണ്ട് ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇത് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ അഭിപ്രായവും വളരെ വിലപ്പെട്ടതാണ്. ശ്രദ്ധാപൂർവം വായിച്ച് മറുപടി തരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.